നമസ്കാരം. പുതിയ ടെക്നോളജിയുമായി BSNL രംഗത്തെത്തിയിരിക്കുകയാണ്. ഇനി മുതൽ BSNL 4G 5G ഉപയോഗം നമുക്ക് എളുപ്പമാക്കുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജിയാണ്. അതായത് രാജ്യമെമ്പാടുമായി 4G സേവനം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്ന പൊതുമേഖലാ സ്ഥാപനമായ BSNL വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യൂണിവേഴ്സൽ സിം (USIM) പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഉപഭോക്താക്കൾക്ക് നിലവിലെ സിം കാർഡ് മാറ്റാതെ തന്നെ 4Gയും പിന്നീട് 5G സേവനവും നേടാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പുതിയ സിം കാർഡ് ഇതിനായി എടുക്കേണ്ട ആവശ്യമില്ല. ഇതോടൊപ്പം 4G, 5G എന്നിവയുമായി ബന്ധപ്പെട്ട ഓവർ ദി എയർ (OTA) സാങ്കേതിക വിദ്യയും BSNL അവതരിപ്പിച്ചു. ഉപഭോക്താക്കൾക്ക് BSNL ഓഫീസ് സന്ദർശിക്കാതെയും നിലവിലെ സിം കാർഡ് മാറ്റാതെയും 4Gയിലേക്കും പിന്നീട് 5Gയിലേക്കും അപ്ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. നിലവിൽ ഘട്ടം ഘട്ടമായി 4G സേവനം ലഭ്യമാക്കി വരികയാണ് BSNL. പഞ്ചാബിലും കേരളത്തിലും ഇടുക്കിയിലും ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ 4G സേവനം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒക്ടോബറോടെ രാജ്യമെമ്പാടുമായി 80,000 4G ടവറുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർന്ന് വേണ്ടിവരുന്ന 21,000 ടവറുകൾ 2025 മാർച്ചിനകവും സജീവമാക്കും. എന്തായാലും BSNL ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള മുൻപോട്ടുള്ള നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുവരുന്നുണ്ട്. എല്ലാം നടപ്പിലാക്കിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് BSNL സിം ഉപയോഗിക്കുമ്പോഴായിരിക്കും. നമുക്ക് ചാർജും കുറവാണ്. ഒരുപക്ഷെ പിന്നീട് ഈ ഒരു എല്ലാ ടവറുകളൊക്കെ വന്ന ശേഷം ചാർജ് കൂട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിലും മറ്റുള്ള നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് ചാർജ് കുറവായിരിക്കും. ഈ ഒരു സാങ്കേതിക വിദ്യയൊക്കെ വരുന്നതോടുകൂടി മറ്റുള്ള കമ്പനിക്കാർക്ക് അതൊരു വൻ തകർച്ചയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എന്നാലും BSNL അല്ലേ എന്നത്തേക്ക് ഈ ഒരു ടെക്നോളജിയൊക്കെ വികസിപ്പിച്ചെടുക്കും, അല്ലെങ്കിൽ 4G എന്നത്തേക്ക് എത്തും, അവർ പറഞ്ഞ കാര്യത്തിൽ ഒരു കൺഫേം ആയി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും BSNL ഉപയോഗിക്കുന്ന ആളാണോ, നിങ്ങൾക്ക് സ്പീഡ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരു നെറ്റ്വർക്കിലേക്ക് മറ്റൊരു നെറ്റ്വർക്കിൽ നിന്ന് നിങ്ങൾ BSNLിലേക്ക് പോർട്ട് ചെയ്ത് വന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്കായി കമൻറ്റായി അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.